ട്രാൻസ്ഫോമറിന് ഏകദേശം അടുത്തെത്തി. കനത്ത മഴയെ തുടർന്ന് 3 ദിവസമായി ഒരു പ്രദേശത്താകമാനം വൈദ്യുതിയില്ല. KSEB ഓഫീസിൽ ചെന്നും ഫോണിൽ വിളിച്ചും നാട്ടുകാരുടെ പരാതി പ്രളയം. ഒടുവിൽ KSEB ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ രംഗത്തിറങ്ങി. റോഡ് നിറഞ്ഞു കവിഞ്ഞ വെള്ളത്തിലൂടെ സ്വയം വള്ളം തുഴഞ്ഞാണ് KSEB എഞ്ചിനീയർ വൈദ്യുതി മുടങ്ങാൻ കാരണമായ ട്രാൻസ്ഫോമറിന് അരികിലെത്തിയത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് വൈദ്യുതി ചാർജ് ചെയ്യാൻ കഴിയാത്തത് എന്ന കാര്യവും നാട്ടുകാർക്ക് മുന്നിൽ വിശദീകരിച്ചു. ഞാൻ പൊതുവായിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാർക്കും എല്ലാം ആ ട്രാൻസ്ഫോമർ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാം, അതെങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം കോളുകൾ വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫോൺ ഞാൻ സൈലൻറ്റിൽ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കോളും കാണാത്തത്. ആ ട്രാൻസ്ഫോമർ അടുത്തെത്തി. ഇതാണ് അവസ്ഥ. KSEB തിരുവല്ല ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷാണ് വള്ളവുമെടുത്ത് ട്രാൻസ്ഫോമറിനരികിലെത്തി ഗുരുതരമായ സാഹചര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. KSEB ജീവനക്കാർ അഹോരാത്രം ഭക്ഷണം പോലുമില്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും ട്രാൻസ്ഫോമർ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പല വീടുകളിലും മീറ്ററുകളും ഫ്യൂസുകളും അടക്കം വെള്ളത്തിന് അടിയിലാണെന്നും ഇത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും വെള്ളം ഇറങ്ങുന്ന ഈ സ്ഥിതി തുടർന്നാൽ ഇന്ന് തന്നെ 90% വീടുകളിലും വൈദ്യുതി എത്തുമെന്നും ബാക്കിയുള്ളവ നാളെ പുനഃസ്ഥാപിക്കുമെന്നും രാജേഷ് പറഞ്ഞു. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? പവൻ ഗോൾഡ് തിരൂർ.